ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. രാവിലെയാണ്. ഞങ്ങളുള്ളത് ഹത്തയിലെ ഒരു സീക്രട്ട് പൂളിലാണ്. ഹത്ത ഒരു മക്തും ഡാമിൻ്റെ കുറച്ച് താഴത്തുനിന്ന് അതിന് വെള്ളം ഒഴുകി വരുന്ന ഒരു പൂളുണ്ട്. ഒരു നാച്ചുറൽ പൂളാണ്. അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ടെൻ്റ് അടിച്ച് രാവിലെ ആയി. അപ്പോൾ അതെ, നമുക്ക് ഈ വിശേഷങ്ങളൊന്ന് കാണാം. താഴെ കണ്ടില്ലേ മീൻ? ഇഷ്ടം പോലെ മീനുകളുണ്ട്. രാവിലെ തന്നെ ഒരു ഫിഷ് തെറാപ്പി. ഇതാണ് ഏരിയ. നല്ല ഒരു ക്യാമ്പിങ്ങിന് പറ്റിയ ഏരിയ ആണ്. അതുപോലെ തന്നെ കുറച്ച് മരങ്ങളും ചെടികളും, നല്ല ഒരു നാച്ചുറൽ പൂള്. നല്ല വെള്ളമുണ്ട് കേട്ടോ, കുറച്ചൊന്നുമല്ല, നല്ല വെള്ളമുണ്ട്. ഇപ്പോൾ ഇന്ന് വെള്ളം കുറഞ്ഞ ടൈമാണ്. കുറച്ചും കൂടിയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. ചാടി കുളിക്കാനൊക്കെ പറ്റി നല്ല വെള്ളമുണ്ട്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പൊതുവേ തിരക്ക് കുറവാണ്. കാരണം വെള്ളിയാഴ്ചയൊക്കെ നല്ല ആളുണ്ടാവുന്നുണ്ട്. വ്യാഴാഴ്ച നല്ല ക്യാമ്പിങ്ങിന് ആൾക്കാരുണ്ടാവുന്നുണ്ട്. വെള്ളിയാഴ്ച നല്ല കൂടുതൽ ആൾക്കാരുണ്ടാവും. ഇന്നിപ്പോൾ ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇന്നലെ വന്ന് ടെൻ്റ് അടിച്ച് രാവിലെ ആയപ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. ഇഷ്ടംപോലെ മീനുണ്ട്, കുറച്ചൊന്നുമല്ല, ചെറിയ ചെറിയ മീനുകളും കുറച്ച് വലിയ മീനുകളായിട്ട്. നല്ല ക്ലിയർ വാട്ടറാണ്, താഴേക്ക് കാണുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചാടി കുളിക്കണം. അതിന് മുമ്പ് ചെറിയൊരു ഹൈക്കിംഗ് ഉണ്ട്. ഈ ഒരു കാണുന്ന മൗണ്ടെയിനില്ലേ, ആ മൗണ്ടെയിനിക്ക് മുകൾക്ക് ഒരു ഹൈക്കിംഗ് ചെയ്യാണ്ട്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇത് സീക്രട്ട് പൂളിലേക്ക് ഒന്ന് ഇറങ്ങണം. രാവിലെ അങ്ങനെ ശരിക്കും രാവിലെ ഒന്ന് ഇറങ്ങാൻ വിചാരിച്ചിട്ടില്ല. എന്നാലും ഈ ഒരു വെള്ളമൊക്കെ കാണുമ്പോൾ ഹൈക്കിന് മുമ്പായിട്ടൊന്ന് ചാടി കുളിച്ചിട്ടൊന്ന് ഉഷാറാക്കണമെന്നുണ്ട്. അപ്പോൾ ചാടി തുടങ്ങാ സാറേ? എന്നാ തുടങ്ങാ, ചാടിക്കോ. തണുപ്പുണ്ടാ? ഇതേ രാവിലെ വെള്ളത്തിൽ കൈയും കാലൊക്കെ ഇട്ട് ഇരുന്നാൽ മതി. നല്ല ഫിഷ് തെറാപ്പി കിട്ടും ഫ്രീ ആയിട്ട്. പൈസ ഒന്നും കൊടുക്കണ്ട. കണ്ടില്ലേ, ഇഷ്ടം പോലെ മീൻ മുകൾക്ക് കയറി വന്നിട്ട്. അതെ അതെ, ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് ഈ ഫിഷ് തെറാപ്പി എന്ന് പറയുന്നത്. ഓ കാല് ഫ്രണ്ട്സ്, നമ്മളെ രാവിലത്തെ കുളിയൊന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സീക്രട്ട് പൂളിൽ നിന്ന് കുളിയൊന്ന് കഴിഞ്ഞ് നമ്മൾ ഹൈക്കിങ്ങിന് പോവാണ്. ഹത്തിൽ വന്നവർക്ക് അറിയാം, ഹത്താന്ന് ഒരു ബോർഡ് കണ്ടിട്ടുണ്ടാവുമല്ലോ മലൻ്റെ മുകളിൽ. ആ ഒരു ബോർഡ് ലക്ഷ്യം വെച്ചാണ് പോകുന്നത്. അവിടെ എത്തിപ്പെടുന്ന അറിയില്ല. ഏതായാലും ആ ഒരു സ്ഥലത്താണുള്ളത്, ഏറ്റവും മുകളിൽ. നമുക്ക് അങ്ങോട്ട് ഹൈക്ക് ചെയ്യണം. ഒരുപാട് ഹൈക്കിങ് ട്രയൽ റൂട്ടുകളുണ്ട്. ഒരു ഗ്രീന്, അതുപോലെ ബ്ലൂ, ബ്ലാക്ക്, അതായത് ഈസി ഹൈക്കിങ്, മോഡറേറ്റ് ഹൈക്കിങ്, ഡിഫിക്കൽട്ട്, അങ്ങനെ ഒരുപാട് റൂട്ടുകൾ ഇവിടെ ഉണ്ട്. നമുക്ക് ഏതാ വേണ്ടി ചെയ്യുക. ടോട്ടൽ ഒരു 32 കിലോമീറ്ററാണുള്ളത് ഹൈക്കിങ്, എല്ലാം കൂടി കവർ ചെയ്യുകയാണെങ്കിൽ.
അതല്ല ഈ ചെറുത് പോവുകയാണെങ്കിൽ 1 കിലോമീറ്റർ 2 കിലോമീറ്ററിനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതായാലും ഈ കണ്ടില്ലേ ഈ ഒരു പൂളിൽ നിന്ന് കയറിയിട്ട് ആ ഒരു മലൻ്റെ മേലേക്ക് ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു ഹൈക്കിംഗ് ട്രയൽ ഇതാണ്. അതിൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടില്ലേ 3 എന്നുള്ളത്. അപ്പോൾ വന്നപ്പോൾ ഒരു ബോർഡ് ഉണ്ടായിരുന്നു, അതിലുണ്ട് മാപ്പ് കറക്റ്റ് 3 എവിടെയൊക്കെ പോകുന്നത്. ഗ്രീനാണ്. അപ്പോൾ ഒരു ഈസി ഹൈക്കാണ്. ഏറിപ്പോലെ 1 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് റൂട്ട് കറക്റ്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വഴിയാണ് പോകാനുള്ളത്. നമ്മളിത് ഈ ഒരു ദൂരം വരെ എത്തിയിട്ടുണ്ട്. ഹത്തെന്നുള്ള ബോർഡൊക്കെ കാണുന്ന വേണ്ടിയില്ലേ നടന്നു വന്ന വയ്യാതെ കാണുന്നത്. താഴെ അതാണ് അൽമക്തൂം ഡാം. ആ ഒരു വെള്ളം കണ്ടില്ലേ, ആ വെള്ളം അതിൻ്റെ ഒലിച്ച് വന്നിട്ടാണ് നമ്മൾ ഈ ഒരു സീക്രട്ട് പുള്ളിയൊക്കെ വെള്ളം വരുന്നത്. ഹത്ത സിറ്റിയാണ് കാണുന്നത്. അതറുതെ കയറി വരുന്നു. അങ്ങനെ നമ്മളിത് ഈ ഒരു ബോർഡിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ ഇവിടുത്തെ സ്ഥലങ്ങൾ. പിന്നെ നമ്മൾ ശരിക്കും ഒരു ഷോർട്ട് വഴി എടുത്താണ് പറയാം. ഇതൊരു ട്രെയിലില്ല. കണ്ടില്ലേ കയറി വരുന്ന സ്ഥലം ഇതൊരു ട്രെയിലില്ല. ഒരു ട്രെയിലുള്ളത് ആ ഒരു വഴിയാണ്. പിന്നെ ഉള്ളത് ഈ ഒരു ബ്ലൂ മാർക്ക് ചെയ്ത ഈ ഒരു വഴിയുണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ ബ്ലൂ. അപ്പോൾ ഇതൊരു ഇൻ്റർമീഡിയറ്റ് ഹൈക്കിങ്ങിൻ്റെ ഒരു ട്രെയിലാണ് ഈ കാണിക്കുന്നത്. അങ്ങനെ 2 ട്രെയിലാണ് ഇങ്ങോട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിലൊന്നും അല്ലാതെ സെൻറ്ററിൽ ഈ മര ഡയറക്റ്റാണ് കയറി വന്നതാണ്. ഏതായാലും നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് ആ സ്ഥലം. ഹത്തയിലേക്ക് വരുന്ന ഏതൊരാളും കണ്ടിട്ടുണ്ടാവും. നമ്മളെ ഹോളിവുഡ് എന്നൊക്കെ സ്റ്റൈലിൽ ഇതിന് മുകളിൽ എഴുതി വെച്ചേ ഹത്ത. അപ്പോൾ ഇവിടെ ഒരു അരമണിക്കൂറിന് മുകളിൽ ഒന്ന് ചിലവഴിച്ച് തിരിച്ചിറങ്ങാണ്. തിരിച്ച് ഷാർജയിലേക്ക് പോകണം. ബസ് 11:30. അത് കഴിഞ്ഞാൽ പിന്നെ 1:30 ഉള്ളൂ. 3 മണിക്കൂർ ബസ്സിലിരിക്കണം ദുബായിലെത്താൻ തന്നെ. വെറും 10 ദീർഘം ഉള്ളൂ. ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു 100 കിലോമീറ്ററിൻ്റെ അടുത്തോളം ഉണ്ട്. വെറും 10 ദീർഘത്തിന് നമുക്ക് ഹത്തിലെത്താം. കാരണം ദുബായ് എമിറേറ്റിലാണ് കുറേ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് ഹത്തുള്ളത്, ദുബായ് എമിറേറ്റിൽ തന്നെ. അപ്പോൾ എന്നിട്ട് നമുക്ക് 11:30 ബസ്സിന് പോയാൽ തന്നെ ഉച്ചയ്ക്ക് ശേഷം എത്താൻ കഴിയുള്ളൂ. അപ്പോൾ ഇവിടുന്ന് തിരിച്ചിറങ്ങിയിട്ട് ഹത്തിലെത്തണം. അവിടെ നിന്ന് ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് ബസ്സിൽ കയറണം. അപ്പോൾ ഏതാണ് ബസ് കിട്ടാൻ നോക്കട്ടെ, അതിനനുസരിച്ച് നമുക്ക് തിരിച്ചു പോകണം.